ഒരിക്കൽ ഒരു കുരുടനായ മനുഷ്യൻ വഴിയരികെ ഇരുന്നു. ആമേൻ. യേശു പോകുന്നത് കേട്ടിട്ട് യേശുവെന്ന് ഉറക്കെ നിലവിളിച്ചു. ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് ആമേൻ ഉറക്കെ വിളിച്ചു. ആമേൻ. മറ്റുള്ളവരെല്ലാം അവന്റെ വിളിയെ നിർത്തുവാൻ ശ്രമിച്ചു. അവൻ അധികം വിളിച്ചു. യേശു ആമേൻ മുന്നോട്ട് പോയി. പക്ഷേ മനുഷ്യർക്ക് ആ ശബ്ദം കേൾക്കാൻ ഇഷ്ടം ഇല്ല എങ്കിലും, ശിഷ്യന്മാർ ആ ശബ്ദത്തെ കേൾക്കാൻ ഇഷ്ടം ഇല്ല എങ്കിലും, കേട്ടവർ പലരും അടിച്ചമർത്താൻ ശ്രമിച്ചുവെങ്കിലും, ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ആമേൻ, അവൻ ആരെ വിളിച്ചോ അവൻ ആ ശബ്ദം കേട്ടു. യേശു അവന്റെ നിലവിളി കേട്ടു. യേശു അവിടെ നിന്നു. എന്നിട്ട് ആമേൻ അവനെ വിളിക്കുവാൻ പറഞ്ഞു. യേശു പറഞ്ഞു, വരിക എന്റെ അടുക്കൽ. അവൻ ഒഴിവ് കഴിവുകൾ പലതും പറയാൻ അവനുണ്ട്. ഒന്ന്, എനിക്ക് കണ്ണ് വയ്യ, കാഴ്ച ഇല്ല. രണ്ട്, തിരക്കുകളാണ്, എവിടെ കൂടാ ഞാൻ വരുന്നത്. എങ്കിലും വിളി കേട്ട് യേശുവിന്റെ അടുക്കൽ വരാനുള്ള യേശുവിന്റെ വിളി കേട്ട് അവൻ അടുക്കൽ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? യേശു അവനെ സൗഖ്യമാക്കി. അവൻ കാഴ്ച ഇല്ലാത്തവനെങ്കിൽ ഇപ്പോൾ അവൻ കാഴ്ചയുള്ളവനായി മാറി. കൈകളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ ആലയത്തിൽ നിങ്ങൾ ഓടി വന്നിരിക്കുന്നത്, വന്ന ആരാധനയ്ക്ക് ഇരിക്കുന്നത് കൊണ്ടല്ല പ്രയോജനം. യേശുവിന്റെ അടുക്കൽ നിന്റെ ആത്മാവ് കൊണ്ട് അടുക്കുവാൻ നീ തയ്യാറാകണം. എന്റെ അടുക്കൽ വരുവീനെന്ന യേശുവിന്റെ ശബ്ദം നിന്റെ കാതുകളിൽ ധ്വനിക്കണം. അതെ, ഞാൻ ലോകത്തിൽ യേശുവിൽ നിന്ന് അകന്നിരിക്കുന്നു, യേശുവിന്റെ കൃപ വിട്ട് അകന്നിരിക്കുന്നു, ദൈവത്തിൽ നിന്ന് ഒത്തിരി പാപത്താൽ അകന്നിരിക്കുന്നു എന്ന അറിവ് നിനക്കുണ്ടെങ്കിൽ നിനക്ക് ഇന്ന് പകൽ അടുത്തു വരാൻ കഴിയും. അങ്ങനെ അടുത്തു വരാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ യേശുവിന് നിനക്ക് ഒരു അത്ഭുതം ചെയ്യുവാനും മനസ്സുണ്ട്.